ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായോ, നുറുക്ക് ഗോതമ്പല്ലേ, അതിൽ നമുക്ക് അടിപൊളി ദോശ ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു ബോൾ എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്ത് അത് നല്ല കഴുകിയിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ട് നുറുക്ക് ഗോതമ്പ് നല്ല കഴുകിയിട്ടാണ് വെള്ളത്തിൽ വെച്ചിട്ട്, എന്നിട്ട് നമുക്ക് അത് ഒന്നും പാടെ കഴുകിയിട്ട് നമുക്കത് ജാറിലേക്ക് എടുത്തിടാം. അതിന് ശേഷം മൂന്നാല് ഉള്ളിയും റവയും പാടെ, റവ 2 കയ്യിലുള്ളൂ കേട്ടോ, ചെറിയ കയ്യിലുണ്ടെങ്കിൽ അത് മതിയാ. അങ്ങനെ ചെറിയ ഉള്ളിയും റവയും പിന്നെ അതിക്കനുസരിച്ച് ഒരു കോഴിമുട്ടി, നമുക്ക് നല്ല കട്ടിയിൽ നമുക്കത് അരച്ചെടുക്കാം. എന്തൊക്കെ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. അങ്ങനെ നല്ല കട്ടിയിൽ അരച്ചിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിടാം. അതിൽ എന്തൊക്കെ വിശേഷങ്ങൾ, വീട്ടിൽ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എന്തായാലും ഒരു മൈൻഡ് ചെയ്യാത്തപ്പോൾ കേൾക്കണമല്ലോ. ഇപ്പോൾ പറയണ്ടാവും എൻ്റെ ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എന്തിനാ കാണുന്നല്ലേ, അങ്ങനെ മനസ്സിൽ വിചാരിച്ചൊന്നും വേണ്ട. പിന്നെ വീഡിയോസ് സ്ലിപ്പ് ചെയ്യാതെ കാണുക, അറിയുന്നവർക്ക് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും എൻ്റെ വീഡിയോസ് ഇപ്പോൾ എന്തിനാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത്. എന്നാലും അയച്ചെടുക്കുക, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്ന് അയച്ചെടുക്കുക. അങ്ങനെ നമുക്കത് അത്യാവശ്യത്തിൽ ഉപ്പ് വയ്ക്കിടുക. എന്നിട്ട് നമുക്കത് ആ ഒരു ചട്ടി എടുപ്പത്തിച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കതാ ദോശ കുറച്ചിങ്ങനെ പാർന്നിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് എന്തൊക്കെയെങ്കിലും വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാം, അറിയുന്നതിനും പറയാം, എന്തെങ്കിലും ഒന്ന് മുണ്ടി വർത്താനം പറഞ്ഞിരിക്കുക. അങ്ങനെ നമ്മൾ ഇത് അതിലേക്ക് പാർന്നിട്ട് നമുക്കൊന്നിങ്ങനെ നല്ല റൗണ്ടിലാക്കി കൊടുക്കുക. റൗണ്ടാകുമെന്ന് സംശയമായിട്ടില്ലേ? അപ്പം നിങ്ങളെ കരുതുണ്ടാവും ഇത്രയും പോന്നിട്ട് നിങ്ങൾക്ക് ദോശ ഇടാൻ അറിയില്ല. ദോശ ഇടാനൊക്കെ അറിയും, പക്ഷേ ഷേപ്പ് ആവൂലെന്നുള്ളൂ. അങ്ങനെ ഒന്നായി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം. വേണ്ടവർക്ക് പരട്ടി കൊടുത്താൽ പറ്റില്ലേ, ഞാൻ പരത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പരത്തി കൊടുക്കുക. നമുക്കിതാ ഈ ഭക്ഷണം ചോറൊന്നും തിന്നാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെ അതൊന്ന് മറിച്ചിടുക. അപ്പം തന്നെ ഞങ്ങൾ ഐസ്ക്രീം കൊടുത്തിരുന്നു കേട്ടോ, രാത്രിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അതൊന്ന് നോക്കാൻ നിൽക്കുക. ഇത് റെഡിയില്ലേ, സൂപ്പർ ആയിക്കണം. എന്നിട്ട് ആ ചട്ടിയിൽ നിന്നെടുത്ത് പിന്നെ രണ്ടാമത് അങ്ങനെ എണ്ണ പരട്ടിക്കൊടുത്ത് അങ്ങനെ റൗണ്ടിലാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണമൊക്കെ അറിയില്ലേ? എന്തെന്നറിയോ, ഇങ്ങനത്തെ ചട്ടിയിൽ രണ്ടാമത് എണ്ണ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എണ്ണ പറഞ്ഞിട്ടില്ല, എന്താ പറയുക, എനിക്കൊരു ഇതുണ്ടാവില്ല. അങ്ങനെ രണ്ടാമതായിക്കണ്. സൂപ്പർ ആയിട്ടില്ലേ? ഞാൻ തഞ്ഞു ആകെ 2-3 അപ്പം ചുട്ടിട്ടില്ലേ. ഇങ്ങനെ മെല്ലെ ഒന്ന് ഷേപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനെ മൂന്നാമത്തെ പോയി അപ്പം റെഡി. നമുക്ക് ഞാൻ കഴിച്ചു കൊടുക്കട്ടെ. രാത്രിക്ക്
പിന്നെ ദോശയും നമ്മൾ ഉണ്ടാക്കിയ ദോശയും മീൻ കറിയും വരെ നമുക്കിന്ന് കഴിച്ചെടുക്കതാ. നല്ല നേരത്തില്ലേ, സൂപ്പർ ആയിക്കണില്ലേ? ഞാൻ കരുതിയ പോലെ ഒന്നല്ല നേരെ ആയിക്കണ്. പക്ഷെ ഒന്ന് നല്ല കട്ടില്ലാതെ പറഞ്ഞാലുള്ളൂ ഒന്നും പാടൊരിതുണ്ടാവും. മീൻ കറിയാണ്, എന്താ രസം എന്ന് പറയും. മീൻ കറിയും ദോശയും സൂപ്പറാണ്. അടിപൊളിയായിട്ടില്ലേ? ദോശ ചുട്ട ശരിയായിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്തോണ്ടിട്ടേ. ഉണ്ടായി സൂപ്പറായിക്കണില്ലേ? എനിക്ക് തോന്നിപ്പോ നല്ല അടിപൊളിയായിക്കണ ദോശ ചുട്ടത്. അങ്ങനെ സൂപ്പർ. എന്താ രസമല്ലേ മീൻ കറിയും ഒപ്പം അത് തിന്നാൻ. അങ്ങനെ എന്താ പിന്നെന്താ, വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, മറക്കരുത്. പിന്നെന്താ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.